അടുത്ത ചോദ്യം, നമ്മൾ അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്? അതോ നമ്മൾ വിധിക്കപ്പെട്ട രീതിയിൽ കർമ്മങ്ങൾ ചെയ്തു പോയാൽ മതിയോ? ഇവിടെ നമ്മുടെ വിധി അനുസരിച്ച്, വിധി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ജീവിതം, ജീവിത സന്ദർഭം, ജീവിത സാഹചര്യങ്ങൾ, അനുകൂല പ്രതികൂലങ്ങൾ, ദേശ കാല അവസ്ഥകളൊക്കെ, ഇതെല്ലാം വിധിപ്രകാരം നമുക്ക് കിട്ടുന്നു, പൂർവകൃത കർമ്മഫലമായിട്ട് നമുക്ക് വന്നു ചേരുന്നു. ഈ സന്ദർഭത്തിൽ എത്തിയിട്ട് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ പുരുഷാർത്ഥം പ്രയോഗിച്ച്, പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ സ്വപ്രയത്നം, ഇപ്പോൾ നമുക്ക് വിവേകത്തോടു കൂടി, ബുദ്ധിയോടു കൂടി അറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നല്ലതും ചീത്തയും ശരിയും തെറ്റും അനുകൂലവും പ്രതികൂലവും ഒക്കെ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നമുക്ക് ഹിതകരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വസാമർഥ്യം പ്രകൃതി തന്നെ നമുക്ക് തന്നിട്ടുണ്ട്, ജന്മനാ തന്നെ നമുക്ക് സിദ്ധിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാക്കി അതനുസരിച്ച് ഇവിടെ കർമ്മങ്ങൾ ചെയ്യാം. ഇത് തന്നെയാണ് നമ്മൾ സാധാരണ ശാസ്ത്രീയമായ വിധി എന്ന് പറയുന്നത്. അപ്പം അതിന് ശാസ്ത്രമാണ് പ്രമാണം. ശാസ്ത്രത്തിൽ പറഞ്ഞതനുസരിച്ച് ചെയ്യണം എന്ന് പറയുന്നു. അതിന് കാരണം നമ്മുടെ ഭാവിയിലും ഭൂതത്തിലും ഈ പ്രവർത്തനങ്ങളിലുമൊക്കെ വരുന്ന കർമ്മങ്ങളുടെ ഫലം ഏതാണ്, എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കില്ല. എത്ര തന്നെ അറിവുള്ള ആളായാലും, എത്ര തന്നെ ബുദ്ധിമാനായാലും, എത്ര തന്നെ ശാസ്ത്രജ്ഞനായാലും ഇതെല്ലാം വേണ്ട പോലെ അറിയാൻ കഴിയണം എന്നില്ല. അപ്പം അതുകൊണ്ട് തൽക്കാലം നമുക്ക് എന്താണ് ഉപായം എന്ന് ചോദിച്ചാൽ, ശരിയും തെറ്റും തിരിച്ചറിയാൻ ശാസ്ത്രീയമായ വിധി നോക്കുക. അത് തന്നെ. ഇപ്പോൾ ഒരു രോഗത്തിന് ആ രോഗം വരാതിരിക്കാൻ എന്താണ് ഉപായം, വന്നാൽ അത് ചികിത്സിക്കേണ്ടത് എങ്ങനെ എന്ന് നമുക്ക് തിരിച്ചറിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വൈദ്യശാസ്ത്രങ്ങളെ ആശ്രയിക്കുന്നത്. അതുപോലെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിഷയമായതുകൊണ്ട് ശാസ്ത്രീയമായ ആചരണത്തിലൂടെ അത് നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കർമാകർമ്മങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രമാണ് പ്രമാണം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്രാക്ടിക്കൽ രീതിയിൽ പറഞ്ഞാൽ, ശാസ്ത്രജ്ഞാനം എല്ലാവർക്കും ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് അതിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ച് സമ്പാദിച്ച് നമ്മോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ആചാര്യന്മാരെ കാണേണ്ടതാണ്. ആചാര്യന്മാരാണ് ഗുരുക്കൾ. അവരിൽ നിന്ന് സാധനയെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവരോട് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് ഒരു വൈയക്തികമായ അനുഭവം നമുക്ക് അവരിൽ നിന്ന് പഠിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ പഠിച്ച് അത് അനുസരിച്ച് ജീവിക്കുക. അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തൽക്കാലമായ ഒരു ഉപായം. അങ്ങനെ ശാസ്ത്രീയമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നിരന്തരം പ്രയത്നം കൊണ്ട് പുരുഷാർത്ഥവും സിദ്ധിപ്പിച്ച് വിധിക്കനുസരിച്ച് ഉള്ള സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ എല്ലാവർക്കും സന്ദർഭം കിട്ടും. ആ സന്ദർഭത്തെ അവരവരുടെ ബുദ്ധിക്കും സാമർഥ്യത്തിനും അനുസരിച്ച് നാം ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ സമയം 24 മണിക്കൂർ എന്ന് പറയുന്ന സമയം, ഈ സമയവും ദിവസങ്ങളും രാത്രിയും പകലും പിന്നെ ഷഡ് ഋതുക്കളുമെല്ലാം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഭഗവാൻ കൽപ്പിച്ചിരിക്കുന്നത്. ആർക്കും സമയം കുറവില്ല, ആർക്കും പ്രത്യേകമായിട്ടൊരു ഋതു വരുന്നില്ല. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും മഴ, വെയിലാകുമ്പോൾ എല്ലാവർക്കും മഴ, അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ളത് ആ സമയത്തെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു, സമയം നമുക്ക് വിധിച്ചു കിട്ടിയിരിക്കുന്നു, നമുക്കതിന് സന്ദർഭം കിട്ടിയിരിക്കുന്നു, പക്ഷെ അതിനെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു, അതാണ് നമ്മുടെ പുരുഷാർത്ഥം. അതിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.